ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു ഗ്രാഫിനെ കമ്പ്യൂട്ടറിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വെർട്ടക്സ് കണക്ട് ചെയ്ത് ഒരു എഡ്ജ് ഇല്ല എങ്കിൽ ആ മെട്രിക്സിനകത്ത് നമ്മൾ 0 റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ ആ 0 റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അധികം മെമ്മറി എടുക്കുക എന്ന് പറഞ്ഞാൽ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും. ഇല്ലാത്ത ഒരു എഡ്ജിന് വേണ്ടി 0 ഉപയോഗിച്ച് ഒരു മെമ്മറി വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ 2 ടൈപ്പ് നോഡുകൾ ഉപയോഗിക്കും. ഒരു നോഡിന് പറയുന്ന പേര് ഹെഡർ നോഡ്, രണ്ടാമത്തെ ടൈപ്പ് നോഡിന് പറയുന്ന പേര് എഡ്ജ് നോഡ്. ഇങ്ങനെ 2 നോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ അഡ്ജസൻസി ലിസ്റ്റിനകത്ത്. ഈ ഹെഡർ നോഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 പാർട്ടുണ്ട്. ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 പാർട്ട് വരും, ഒരു ഇൻഫർമേഷൻ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും എന്നൊക്കെ. അതേപോലെ അഡ്ജസൻസി ലിസ്റ്റിൻ്റെ ഒരു ഹെഡർ നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 പാർട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് നോഡിൻ്റെ നെയിം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്, വേറൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേറൊരു ഹെഡർ നോഡ് ഉണ്ടാവും. ആ ഹെഡർ നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്, രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹെഡർ നോഡിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടക്സിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ് നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്. അങ്ങനെ 3 പാർട്ട് ചേർന്നതാണ് ഒരു ഹെഡർ നോഡ്. അങ്ങനെ വരുമ്പോൾ ഹെഡർ നോഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചറിൻ്റെ എലമെൻ്റായിട്ട് 3 കാര്യങ്ങൾ വരും. 2 അഡ്രസ് പാർട്ടും ഒരു ഇൻഫർമേഷൻ പാർട്ടും. അപ്പം ഒരു അഡ്രസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള വേറൊരു നോഡിൻ്റെ അഡ്രസ്സാണ്. അങ്ങനെ വരുമ്പം ഈ സ്ട്രക്ചറിൻ്റെ തന്നെ പേരുള്ള ഒരു ഡാറ്റ ടൈപ്പ് വേണം ഇതിനകത്ത് ഉപയോഗിക്കാൻ. അതുകൊണ്ട് നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ കേസ് ഇവിടെയും പോസിബിളാണ്. അതായത് ഈ സ്ട്രക്ചറിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്ട്രക്ചർ നോഡാണ്. ആ നോഡെന്ന് പറയുന്ന ടൈപ്പിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് വേരിയബിൾ ഉണ്ട്, നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് വേരിയബിൾ. അപ്പോൾ ഈ സ്ട്രക്ചർ നോഡ് തന്നെ ഇതിനകത്തുള്ളൊരു വേരിയബിളായിട്ട് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെഡർ നോഡും ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ നോഡ് അതായത് സ്ട്രക്ചറിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ട്, നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്, അഡ്ജസൻറ്റിൻ്റെ നോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്. അങ്ങനെ 3 പാർട്ട്. ഈ 3 പാർട്ട്, ആ 3 പാർട്ട് ചേർന്നതാണ് ഹെഡർ നോഡ് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ എഡ്ജ് നോഡ്. എഡ്ജ് നോഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 പാർട്ടാണ് വരുന്നത്. ഒന്ന് എഡ്ജിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്, രണ്ടാമത് ഇതേപോലെയുള്ള അടുത്തൊരു എഡ്ജ് നോഡുണ്ട് അതിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. എഡ്ജ് എന്നാണ് അതിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 2 പാർട്ട്, ഒന്ന് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്, വേറൊന്ന് ഇതേ സ്ട്രക്ചർ തന്നെ ടൈപ്പായിട്ട് വരുന്ന ഒരു എലമെൻറ്റ്. അങ്ങനെ 2 പാർട്ട് ചേർന്നതാണ് എഡ്ജ് നോഡ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് നോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഹെഡർ നോഡും എഡ്ജ് നോഡും. വേറൊരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, ഒരു ഗ്രാഫ് നമ്മൾ ഒരു 4 വെർട്ടക്സ് ഉണ്ടെന്ന് വയ്ക്കുക. 4 വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫാണെങ്കിൽ ആ ഗ്രാഫിനെ അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 4 ഹെഡർ നോഡുകൾ അതിനകത്തുണ്ടാവും. അതൊന്ന് ഓർത്തിരിക്കുക. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്ത് മൊത്തം 4 വെർട്ടക്സ് ഉണ്ട്, എ ബി സി ഡി. ഈ വെർട്ടക്സുകളെല്ലാം കണക്ട് ചെയ്ത് കുറേ എഡ്ജുണ്ട്. ആ എഡ്ജുകൾക്കെല്ലാം ഡയറക്ഷനുണ്ട്. അതുകൊണ്ട് ഇതിനെ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ടൈപ്പ് നോഡും ഉണ്ട്. അതാണ്ട് ഈ നോഡ് 1 2 3 4, ഈ 4 നോഡെന്ന് പറയുന്നത് ഹെഡർ നോഡാണ്. ഈ നോഡുകളെല്ലാം ദാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 1 2 3 4 5 6 7 8, ഈ 8 നോഡ്, ഇവിടെ വന്നിരിക്കുന്ന ഈ 8 നോഡെന്ന് പറയുന്നത്
എഡ്ജ് നോഡുകൾ, 2 പാർട്ട് വീതമുള്ള എഡ്ജ് നോഡുകൾ. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരിക്കുന്നു പറയാം. തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു, ഒരു ഗ്രാഫിനകത്ത് 4 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ 4 ഹെഡർ നോഡുകൾ ഉണ്ടാവും. ഇതെവിടെ എത്ര ഹെഡർ നോഡ് ഉണ്ടെന്ന് നോക്കുക. ഹെഡർ നോഡ് 1, ഹെഡർ നോഡ് 2, ഹെഡർ നോഡ് 3, ഹെഡർ നോഡ് 4, അങ്ങനെ 4 ഹെഡർ നോഡുകൾ ഇതിനകത്ത് ഉണ്ട്. ബാക്കിയെല്ലാം എഡ്ജ് നോഡുകളാണ്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഇത് ആദ്യത്തെ ഹെഡർ നോഡ്. ഈ ഹെഡർ നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന എ എന്ന് പറയുന്ന വെർട്ടെക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഹെഡർ നോഡ് ബി എന്ന് പറയുന്ന വെർട്ടെക്സ്, ഈ ഹെഡർ നോഡ് സി എന്ന് പറയുന്ന വെർട്ടെക്സ്, ഈ ഹെഡർ നോഡ് ഡി എന്ന് പറയുന്ന വെർട്ടെക്സ്. അപ്പോൾ ആദ്യമേ ഈ ഹെഡർ നോഡ് വരയ്ക്കും, ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹെഡർ നോഡിന് 3 പാർട്ട്. ഒന്ന് ആ നോഡിൻ്റെ ഇൻഫർമേഷൻ, എ എന്ന് പറയുന്ന നോഡ്. വേറൊന്ന് ഇതേപോലെ വേറൊരു ഹെഡർ നോഡുണ്ട്, അതിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ളൊരു പാർട്ട്. ഈ ബി എന്ന് പറയുന്ന ഹെഡർ നോഡിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വന്നത്. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്ക് അഡ്ജസൻ്റായിട്ട് വരുന്ന വെർട്ടെക്സുകൾ, എക്ക് അഡ്ജസൻ്റായിട്ട് വരുന്ന വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞാൽ എയുമായിട്ട് ലിങ്കുള്ള എഡ്ജുകൾ ലിങ്ക് ചെയ്ത് ഇങ്ങനെ പോകും. അത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്ക് അഡ്ജസൻ്റായിട്ട് വരുന്ന ഒരു വെർട്ടെക്സാണ് ബി. എയിൽ നിന്ന് ഡയറക്റ്റ് ലിങ്കുള്ള ഒരു വെർട്ടെക്സാണ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു എഡ്ജുണ്ട്. ഇനി എയും ഡിയും കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു എഡ്ജുണ്ട്. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെടുന്ന 2 എഡ്ജുകളാണ് ഇതും ഇതും. അതിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എയുടെ ഈ പാർട്ടിനകത്തോട്ട് ബി എന്ന് പറയുന്ന എഡ്ജ് നോഡിനെ ലിങ്ക് ചെയ്തു. ബിയുടെ ഈ ലിങ്ക് പാർട്ടിനകത്ത് ഡി എന്ന് പറയുന്ന എഡ്ജ് നോഡിനെ ലിങ്ക് ചെയ്തു. ഇനി എക്ക് അഡ്ജസൻ്റായിട്ട് വേറെ നോഡുകളില്ല. എക്ക് അഡ്ജസൻ്റായിട്ട് ഇതും ഇതും മാത്രമേ ഉള്ളൂ. ഈ 2 നോഡുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 2 എഡ്ജ് നോഡുകൾ വന്നത്. ഇനി അങ്ങോട്ട് നോഡുകളില്ലാത്തതുകൊണ്ട് ഇവിടെ നൾ വാല്യൂ സ്റ്റോർ ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഹെഡർ നോഡ്. ഈ ഹെഡർ നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ്. അതിന് 3 പാർട്ട്. ഒരു ഇൻഫർമേഷൻ പാർട്ട്, അടുത്ത ഹെഡർ നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനൊരു പാർട്ട്. ഈ പാർട്ട് എന്ന് പറയുന്ന ഈ എക്ക് അഡ്ജസൻ്റായിട്ടുള്ള എഡ്ജ് നോഡുകളുടെ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ് ഈ പാർട്ട്. അതിൽ ഒരു എഡ്ജ് നോഡിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യും, അടുത്ത എഡ്ജ് നോഡിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യും, അടുത്ത എഡ്ജ് നോഡിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. പക്ഷേ ഇനി ലിങ്ക് ചെയ്ത് പോകാനില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നൾ സ്റ്റോർ ചെയ്തത്. ഇനി എ എന്ന് പറയുന്ന നോഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അഡ്ജസൻ്റായിട്ട് 2 നോഡുകളാണുള്ളത്. ബി എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ലിങ്കുള്ള ഒരു നോഡ്, ഡി എന്ന് പറയുന്ന ഡയറക്റ്റ് ലിങ്കുള്ള നോഡ്. എന്ന് പറഞ്ഞാൽ എയും ബിയും കണക്ട് ചെയ്തൊരു എഡ്ജുണ്ട്, എയും ഡിയും കണക്ട് ചെയ്തൊരു എഡ്ജുണ്ട്. അപ്പോൾ ഈ 2 കണക്ഷനുമാണ് ഇവിടെ ലിങ്ക് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബി എന്ന് പറയുന്ന എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. ഡി എന്ന് പറയുന്ന എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. ഇനി ഇങ്ങോട്ട് എഡ്ജുകളില്ല എന്ന് പറഞ്ഞാൽ എക്ക് അഡ്ജസൻ്റായിട്ട് വേറെ നോഡുകളില്ല. അതുകൊണ്ട് ഇവിടെ നൾ സ്റ്റോർ ചെയ്തു. അപ്പം എയുമായി ബന്ധപ്പെട്ട എഡ്ജുകൾ തീർന്ന്. എയുമായി ബന്ധപ്പെട്ട 2 എഡ്ജുകൾ, ഇതാണ് ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും. ഇനി അടുത്ത ഹെഡർ നോഡ് ഉണ്ടാക്കി. ആ ഹെഡർ നോഡിൻ്റെ പേര് ബി. ആ ബി എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്തു. ഈ ഹെഡർ നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തു. ഈ ബി എന്ന് പറയുന്ന ഹെഡർ നോഡിൻ്റെ ഈ ഒരു പാർട്ടുണ്ട് ഇവിടെ അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള. ഇത് വേറൊരു ഹെഡർ നോഡിൻ്റെ അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. ഈ പാർട്ട് സ്റ്റോർ ചെയ്യുന്ന ബിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള എഡ്ജ് നോഡുകളുടെ അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ബിയുമായി ലിങ്കുള്ള എഡ്ജസ് ഏതൊക്കെയാണ്. ബിയുമായിട്ട് ലിങ്കുള്ള എഡ്ജസ് ഇതാണ്ട് ഒരു എഡ്ജ് 1, ഇതാണ്ട് അടുത്ത എഡ്ജ് 2, ഇതാണ്ട് അടുത്ത എഡ്ജ് 3. ഇങ്ങനെ 3 എഡ്ജുകളാണ് ബിയുമായിട്ട് ലിങ്ക് ചെയ്തുള്ളത്. 1, 2, 3. ബിയിൽ നിന്ന് എയിലോട്ടുണ്ട്, ബിയിൽ നിന്ന് സിയിലോട്ടുണ്ട്, ബിയിൽ നിന്ന് ഡിയിലോട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു എഡ്ജ് നോഡ് ഇവിടെ ലിങ്ക് ചെയ്യുക, അടുത്ത നോഡുകൾ ലിങ്ക് ചെയ്ത് അങ്ങോട്ട് പോവുക. അപ്പം ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. എയുടെ എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സി എന്ന് പറഞ്ഞ എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡി എന്ന് പറഞ്ഞ എഡ്ജ് നോഡ് ഉണ്ടാക്കി അതിൻ്റെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. ഇനി ബിയുമായി ലിങ്ക് ചെയ്യാൻ വേറെ അഡ്ജസൻ നോഡുകളില്ല, അല്ലെങ്കിൽ ബിയിൽ നിന്നും കണക്ട് ചെയ്യുന്ന എഡ്ജുകളില്ല. അതുകൊണ്ട് ഇതാണ്ട് ഇവിടെ നൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, അടുത്തൊരു കേസ് നോക്കാം. സി എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡർ നോഡ് ഉണ്ടാക്കി അതിനകത്ത് 3 പാർട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് അഡ്ജസൻ നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം. ഇവിടെ നമുക്ക് വേറെ അടുത്ത ഹെഡർ നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാം. ഈ ഹെഡർ നോഡിൻ്റെ സി എന്ന് പറയുന്ന ഹെഡർ നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ലിങ്കായി. അപ്പോൾ സി എന്ന് പറയുന്ന ഹെഡർ നോഡ് ഉണ്ടാക്കി. ഇനി സി എന്ന് പറയുന്ന വെർട്ടെക്സ് നോക്കിക്കഴിഞ്ഞാൽ, നോഡ് നോക്കിക്കഴിഞ്ഞാൽ അതുമായി ഡയറക്റ്റ് ലിങ്കുള്ള എഡ്ജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സിയുമായി ഡയറക്റ്റ് ലിങ്കുള്ള ഒരു എഡ്ജേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ഡിയിലോട്ടാണ്. ബാക്കി എഡ്ജുകളില്ല. ബാക്കി എഡ്ജെല്ലാം ഇങ്ങോട്ട് വരുന്നത്. ഇതിന് പുറത്തോട്ട് പോകുന്ന സിയുമായി ഡയറക്റ്റ് ലിങ്കുള്ള എഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിയാണ്.
അങ്ങനെ എഡ്ജ് നോഡ് ഉണ്ടാക്കി. എഡ്ജ് നോഡിനകത്ത് 2 പാർട്ട്, ആ എഡ്ജിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്, അടുത്ത എഡ്ജിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്. ഇനി വേറെ എഡ്ജ് നോഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നൾ വാല്യൂ സ്റ്റോർ ചെയ്തു. ഈ എഡ്ജ് നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെയും സ്റ്റോർ ചെയ്തു. ഓക്കെ, അടുത്ത ഈ കേസ് കൂടെ നോക്കാം. ഇനി ഇതിനകത്ത് ഒരു നോഡ് കൂടെ ഉള്ളൂ, അത് ഡി എന്ന് പറയുന്ന ഹെഡർ നോഡ് ഉണ്ടാക്കി. ആ ഹെഡർ നോഡിനകത്ത് 3 പാർട്ട്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്, അടുത്ത ഹെഡർ നോഡിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്, എഡ്ജ് നോഡുകളുടെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഒരു പാർട്ട്. ഇനി ഹെഡർ നോഡുകൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നൾ വാല്യൂ സ്റ്റോർ ചെയ്തു. ഡി എന്ന് പറയുന്ന നോഡിൻ്റെ ഇൻഫർമേഷൻ ഡി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട ഡിയുമായി ഡയറക്റ്റ് ലിങ്ക് ഉള്ള വെർട്ടെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാണ്ട് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്ത്, എയുമായിട്ടൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്തു. ദാണ്ട് അടുത്ത എഡ്ജ് സിയുമായിട്ട് ക്രിയേറ്റ് ചെയ്ത്, പിന്നെ ഇത് രണ്ടും ഇങ്ങോട്ട് വരുന്നത് അത് നോക്കണ്ട. അപ്പോൾ ഡിയിൽ നിന്ന് എയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, ഡിയിൽ നിന്ന് സിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അങ്ങനെ 2 എഡ്ജുകൾ ഡിയുമായി ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ 2 എഡ്ജുകൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം എ എന്ന് പറയുന്ന എഡ്ജിനോട് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തു. അതിനുശേഷം സി എന്ന് പറഞ്ഞ എഡ്ജിനോട് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തു. അങ്ങനെ ഡിയുമായി 2 എഡ്ജുകളാണുള്ളത്. ഇനി എഡ്ജുകൾ ഇല്ലാത്തത് കൊണ്ട് എഡ്ജ് നോഡ് ഉണ്ടാക്കുന്നില്ല, പകരം ഈ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിനകത്ത് നൾ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇങ്ങനെയാണ് ഒരു അഡ്ജസൻസി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. കണ്ടിന്യൂ 1-2 എക്സാമ്പിൾസ് നോക്കാം. എക്സസൈസ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. അതാണ്ട് ഇവിടെ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് നിങ്ങളൊന്ന് വരച്ചു നോക്കണം. അപ്പം വരച്ചു നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1, അതിനകത്ത് മൊത്തവും എത്ര ഹെഡർ നോഡ് വരും എന്നുള്ളത്. എത്ര ഹെഡർ നോഡ് വരും, എത്ര നോഡുകളുണ്ടോ അല്ലെങ്കിൽ എത്ര വെർട്ടെക്സുകളുണ്ടോ അത്രയും ഹെഡർ നോഡ് വരും. ഇതിനകത്ത് എത്ര വെർട്ടെക്സ് ഉണ്ട്? 1, 2, 3, 4. 4 വെർട്ടെക്സ് ഉള്ള സ്ഥിതിക്ക് 4 ഹെഡർ നോഡുകളുണ്ട്. ഇതേപോലെ 4 ഹെഡർ നോഡുകളുണ്ട്. ഈ ഓരോ ഹെഡർ നോഡിനെയും ലിങ്ക് ചെയ്ത് എഡ്ജ് നോഡുകൾ വരും. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എ എന്ന് പറയുന്ന ഹെഡർ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയുമായി ലിങ്ക് ചെയ്ത് 3 എഡ്ജ് നോഡുകൾ വരും. ഏതൊക്കെ എഡ്ജ് നോഡ്? ഇതാ ഒരു എഡ്ജ് നോഡ്, ഇതാ രണ്ടാമത്തെ എഡ്ജ് നോഡ്, ഇതാ മൂന്നാമത്തെ എഡ്ജ് നോഡ്. ഏതൊക്കെ എഡ്ജ് നോഡ്? എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബി എന്ന് പറയുന്ന എഡ്ജ് നോഡ്, എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡി എന്ന് പറയുന്ന എഡ്ജ് നോഡ്, എയിൽ നിന്ന് സിയിലോട്ടുള്ള സി എന്ന് പറയുന്ന എഡ്ജ് നോഡ്. ഇപ്പോൾ ഈ ഒരു നോഡിൻ്റെ കേസിൽ, ഈ ഒരു ഹെഡർ നോഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഹെഡർ നോഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഹെഡർ നോഡുമായി ലിങ്ക് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 എഡ്ജ് നോഡുകൾ ഉണ്ടാവും. ഏതൊക്കെ എഡ്ജ് നോഡുകൾ? സിയിൽ നിന്നും എയിലോട്ട് ഒരു ലിങ്ക് ഉള്ളതുകൊണ്ട് ആ കണക്ഷന് വേണ്ടി ഒരു എഡ്ജ് നോഡ്, ബിയിലോട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു എഡ്ജ് നോഡ്, ഡിയിൽ നിന്നിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെയും ഒരു എഡ്ജ് നോഡ്. അങ്ങനെ 3 എഡ്ജ് നോഡുകൾ സി എന്ന് പറയുന്ന ഹെഡർ നോഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇത് നിങ്ങളൊന്ന് വരച്ച് നോക്കണം. രണ്ടാമത് വേറൊരു എക്സസൈസ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാനിതാണ്ട് ഇവിടെ ഒരു ഡയറക്റ്റ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും നിങ്ങൾ വരയ്ക്കണം. അതുപോലെ തന്നെ ഈ ഗ്രാഫിൻ്റെ ഓരോ വെർട്ടെക്സിൻ്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു എക്സസൈസ് ആണ്. ഓക്കെ, താങ്ക് യു.